ഷിയാക്കളും യഹൂദികളും തമ്മിൽ പോരാട്ടം നടത്തുമ്പോൾ ഷിയാക്കളുടെ കൂടെ നമ്മൾ നിന്നിട്ടില്ലെങ്കിൽ നമ്മൾ യഹൂദികളുടെ കൂടെയുള്ള ആളുകളാണ് എന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ട്. അഹ്ലുസുന്നയുടെ വിശ്വാസം എന്താണെന്നറിയാമോ? ഷിയാക്കളും യഹൂദികളും പോരാട്ടം നടത്തുമ്പോൾ ഷിയാക്കൾക്ക് അനുകൂലമായി നിൽക്കാൻ മുസ്ലിമിന് അനുവാദമില്ല, യഹൂദികൾക്ക് അനുകൂലമായി നിൽക്കാനും അനുവാദമില്ല. രണ്ട് ശത്രുക്കൾ തമ്മിൽ പോരാടുന്നു എന്നേ മനസ്സിലാക്കാൻ പാടുള്ളൂ. ഷിയാക്കൾ ഇസ്ലാമിന്റെ ഒരു പ്രാർത്ഥനയും അർഹിക്കുന്നില്ല, ഇസ്ലാമിന്റെ ഒരു പിൻബലവും അർഹിക്കുന്നില്ല. കാരണം അഹ്ലുസുന്നയെയും സലഫിയത്തിനെയും ഇസ്ലാമിനെയും തകർക്കാൻ വേണ്ടി യഹൂദിയായ ഇബ്നു സബഅ പടച്ചുണ്ടാക്കിയ പിഴച്ച പ്രസ്ഥാനവും ഇസ്ലാമിന് പുറത്തുള്ള മറ്റൊരു മതവുമാണ് ഷിയായിസം എന്ന് പറയുന്നത്. അതിനെ ഇസ്ലാമായിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇറാനിൽ നിന്ന് ഷിയാക്കൾ മാനുഷികമായി നമ്മൾ മുസ്ലിങ്ങളല്ലാത്ത ആളുകളും അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ കൂടെ നിൽക്കാനും അവർ അനീതി കാണിക്കപ്പെടുന്നുവെങ്കിൽ സഹായിക്കാനും നമുക്ക് അനുവാദമുണ്ടത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സഹായിക്കുക എന്നല്ലാതെ അവർ ഇസ്ലാമിനോട് അടുത്തവരാണ്, ഇസ്ലാമിന്റെ ആളുകളാണ് എന്നുള്ള നിലക്കുള്ള യാതൊരു ആനുകൂല്യവും ഷിയകൾ അർഹിക്കുന്നില്ല, റാഫിദികൾ അർഹിക്കുന്നില്ല, ഇസ്നാശരികൾ അർഹിക്കുന്നില്ല, ഖുമൈനിസ്റ്റുകൾ അർഹിക്കുന്നില്ല, ഖാംനയിമാർ അർഹിക്കുന്നില്ല. അവർ ഇസ്ലാമിനെ തകർക്കുന്ന യഹൂദികളുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളതൊരു വസ്തുതയാണ്. അതിന്റെ പരീക്ഷണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക.